ആം ആദ്മി പാർട്ടി MP ആയിട്ടുള്ള രാഘവ് ചദ്ദ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമാണ് കേട്ടോ അത്. എക്സ്ട്രാ ബാഗേജ് കോസ്റ്റ് മണി ബട്ട് ഹവേഴ്സ് ഓഫ് ഫ്ലൈറ്റ് ഡിലേ ഗെറ്റ് നോ റീഫണ്ട്, വൈ നോട്ട് പേ ഫോർ എവറി ഡിലേഡ് ഹവർ എന്നുള്ള ഈ ഒരു ആവശ്യം. അപ്പോൾ ഒരാഴ്ച മുമ്പ് ദോഹയിൽ നിന്നും കാലിക്കറ്റിലേക്ക് യാത്ര ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് അനുഭവങ്ങൾ പറയാനുണ്ട് കേട്ടോ. 2026 ജനുവരി 26 എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ദോഹയിൽ നിന്നും കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റിലാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ള ഒരു അനുഭവം പറയാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 മണി 9:30 ആകുമ്പം എയർപോർട്ടിലെത്തിയ വ്യക്തികളാണ്. നമ്മളുടെ കൗണ്ടർ ഓപ്പൺ ആകുമ്പം അതിൻ്റെ ശേഷം നമ്മൾ 3 മണിക്കൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയം എന്ന് പറയുന്നത് 12:35 നമ്മൾ 12 മണിക്ക് ബോർഡിങ് ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 12:35 ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റ് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 12:50 ആകുമ്പം അനൗൺസ്മെൻറ്റ് വന്നു, നമ്മൾക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഫ്ലൈറ്റ് ഒരു 20 മിനിറ്റ് ഡിലേ ആവുകയാണെന്ന്. അപ്പോൾ ഓക്കെ, 20 മിനിറ്റ് അല്ലേ, അപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ എന്തായാലും പരിഹരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ശേഷം ആ 20 മിനിറ്റിൻ്റെ ശേഷം വീണ്ടും 20 മിനിറ്റ്, അങ്ങനെ പല പ്രാവശ്യങ്ങളിലായിട്ട് 20 മിനിറ്റ് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം വന്നിട്ട് ഓയിൽ റീഫിൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് AC വർക്ക് ചെയ്യുന്നില്ല. പല തരത്തിലുള്ള ആൾക്കാർ യാത്രക്കാരുണ്ട്. അതായത് വീൽ ചെയറിൽ വന്നിട്ടുള്ള വളരെ പ്രായമായിട്ടുള്ള വ്യക്തിയുണ്ട്, ന്യൂ ബോൺ ഉണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരൊക്കെ ആയിട്ടുള്ള പല തരത്തിലുള്ള ആൾക്കാരുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ചൂടത്തിങ്ങനെ AC-യിൽ ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 2-2.5 മണിക്കൂറിൻ്റെ ശേഷമാണ് ആൾക്കാരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനെങ്കിലും തുടങ്ങിയത്. അത്രയും നേരം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്, അപ്പോൾ അത് പരിഹരിച്ചോട്ടെ എന്നുള്ള ഒരു നിലക്ക് ആൾക്കാർ വളരെ കോപ്പറേറ്റീവായിട്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ. ഈ പറഞ്ഞ ആൾക്കാർ രാവിലെ എയർപോർട്ടിലെത്തിയിട്ടുള്ള വ്യക്തികളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. 12:35 ഫ്ലൈറ്റ്. നമുക്കറിയാം എയർ ഇന്ത്യയിൽ ഫുഡ് നമ്മൾ പെയ്ഡായിട്ട് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ 3 മണിക്കൂറിൻ്റെ യാത്രയല്ലേ, അപ്പോൾ അങ്ങനെ മെജോറിറ്റി ആൾക്കാരും ഫുഡൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഓൾമോസ്റ്റ് 2.5 മണിക്കൂറിൻ്റെ ശേഷം ആൾക്കാരിങ്ങനെ ചെറുതായിട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും സമയം കടന്നു പോകാൻ തുടങ്ങി. ഒരുപാട് സമയമായി. 4-4:15 ആവുന്ന സമയത്ത് പറഞ്ഞു ഇനി ഒരു 15 മിനിറ്റും കൂടെ നമ്മൾ ഫ്ലൈറ്റ് എന്താ പറയുക, പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫ്ലൈറ്റിനെ കുറിച്ച് അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം, അതില്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണം എന്നുള്ള ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുറത്ത് ബസ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ്സും കൂടെ കണ്ടപ്പോൾ ആൾക്കാർ അത് ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം നമ്മൾ ഇപ്പം ഇറക്കി വിടും എന്നുള്ള അവസ്ഥയിൽ ആൾക്കാർ അത്രയും 4-4.5 മണിക്കൂർ ഫ്ലൈറ്റിനകത്ത് AC ഇല്ലാതെ ഇരിക്കുന്നത്. ഫ്ലൈറ്റ് ആ സമയത്തൊക്കെ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഇത് നടക്കുന്നുണ്ട്, എൻജിനീയേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ആൾക്കാർ ഇതിൻ്റെ അകത്താണ്, ഓയിലിടയ്ക്ക് റീഫിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ആൾക്കാരൊക്കെ നീച്ച് നിൽക്കുകയാണ്. നമ്മളുടെ ബാഗൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പൈലറ്റ് അനൗൺസ് ചെയ്തു, ഒരു എന്താ പറയുക 60 സെക്കൻഡ് ഒന്ന് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്കാർ ആദ്യം കുറേ സമയം പറഞ്ഞു, ആൾക്കാരൊന്നും ഇരിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു, കാരണം 4-4.5 മണിക്കൂറായിട്ട് എന്താ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയ ഫ്ലൈറ്റ്. പിന്നെ വീണ്ടും ഇത് ശരിയായി ഒരു 60 സെക്കൻഡ് എത്താമെന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറേ നേരം ആൾക്കാർ ഒന്നും ഇരുന്നൊന്നുമില്ല. പിന്നെ ഓക്കെ എന്നാൽ ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ള നിലക്ക് ആൾക്കാർ ഇരുന്നു തോന്നുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒറ്റ ടേക്ക് ഓഫ് ആയിരിക്കുന്നത്. അത് പെട്ടെന്ന് അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റിൽ ആ ഒരു അവസ്ഥയിൽ പിന്നെ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനകത്ത് അങ്ങനെ ഇരുന്നിട്ട് പേടിച്ചു കേട്ടോ. സത്യത്തിൽ ഞാനൊക്കെ നല്ല പോലെ പേടിച്ചു.
വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചത് 4.5 മണിക്കൂർ നമ്മൾ അതിനകത്ത് ഇരുന്നിട്ട് അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് പരിഹരിച്ചിട്ടില്ല, ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പിന്നെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലൈറ്റ് ചെറുക്കിങ് ഫുഡില്ലാതെ ഇരിക്കണം. അപ്പോൾ ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നു. അതായത് ഒരു ചെറിയ സാൻഡ്വിച്ച് അറേഞ്ച് ചെയ്ത് തന്നു. അതിനകത്ത് ജസ്റ്റ് ബ്രെഡ്, അതിൻ്റെ അകത്ത് കക്കരിക്ക മാത്രം ഇട്ടിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കിട്ടോ. പക്ഷേ നമ്മൾ രാവിലെ വന്നതാണ്, 5 മണിക്കൂർ ഇതിൻ്റെ അകത്തിരുന്ന് ടയേർഡായിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പലർക്കും ഈ ഒരു ഫുഡ് തന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു കളിയാക്കിയ പോലെയൊക്കെ ഫീൽ ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഈ സാൻഡ്വിച്ച് തന്ന ശേഷം പെയ്ഡായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് പിന്നെ അതിൻ്റെ ശേഷം അവരുടെ ഫുഡ് കൊടുത്തു. അതുപോലെ തന്നെ പലരും ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിച്ചു. അപ്പം ഫ്ലൈറ്റിൽ ഫുഡിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത്രയും സമയം അതിനകത്ത് ഓൾമോസ്റ്റ് 4.5 മണിക്കൂർ അതിനകത്ത് ഇരുന്നവർക്ക് ഈ ഒരു ഫുഡ് കൊടുക്കാനുള്ള ഇത് എന്താ വെച്ചാൽ ചെയ്തുകൂടായിരുന്നോ അവർക്ക്? എയർ ഹോസ്റ്റേഴ്സിന് അത് പറ്റുണ്ടാവില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള ഓർഡേഴ്സ് കൊടുക്കായിരുന്നില്ലേ? ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഒറിജിനലായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുള്ള വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. ഞാൻ അന്ന് വെറുതെ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസാണ്, അത് വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം ചെയ്തതാണ്. മാക്സിമം നിങ്ങൾ എയർലൈൻസ് ചൂസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ എയർലൈൻസ് ചൂസ് ചെയ്യാതെ ഇരിക്കുക. Everything is okay. Just give me 60. Just എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം